ഹൈ ഗസ് കൃഷിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോണെന്ന് വെച്ചാൽ കോളിഫ്ലവറിൽ പറഞ്ഞ രോഗങ്ങളാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫംഗലിൽ പറഞ്ഞ ഡിസീസ് എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറിയ ലീവ് സ്പോട്ട്, ഡാമ്പിംഗ് ഓഫ്, പൗഡറി മിൽഡ്യൂ, വൈറ്റ് റസ്റ്റ്, വൈൽറ്റ് മോൾഡ്. ബാക്ടീരിയ ഡിസീസ് ബ്ലാക്ക് റോട്ട്. വൈറലിൽ പറഞ്ഞ ഡിസീസ് എന്ന് പറയുമ്പോൾ കോളിഫ്ലവർ മൊസൈക് വൈറസ്, കോളിഫ്ലവർ ഫിലോഡി ആൻഡ് സ്റ്റെം. സോയിൽ ബോൺ ഡിസീസിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ക്ലബ് റോട്ട്. ഫിസിയോളജി ഡിസോർഡറിൽ പറഞ്ഞതെന്ന് പറയുമ്പോൾ ബ്രൗണിങ്, വിപ്ടെയിൽ, ബട്ടണിങ്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കി നോക്കാം. ഡൗണി മിൽഡ്യൂ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇലയിൽ ചെറുതായിട്ട് മഞ്ഞ കളറിൽ വന്നതിന് ശേഷം അവിടെ ചെറിയൊരു വൈറ്റ് ഗ്രേയിഷ് കളറിലായതിനു ശേഷം അവിടെ ഒരു ചെറിയൊരു ഹോള് വീഴും. അടുത്ത ഓൾട്ടർനേറിയ ലീവ് സ്പോട്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മളെ ഇലയിൽ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള സർക്കിള് ഡാർക്ക് കളറിൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ഡാമ്പിംഗ് ഓഫ്. ഇത് നഴ്സറി സമയത്താണ് ഈ രോഗം കൂടുതലായിട്ട് ബാധിക്കുന്നത്. ഈ സമയമാകുമ്പോൾ നമ്മളെ ചെടി നല്ല രീതിയിൽ വാടി ഉണങ്ങിപ്പോകും. നമുക്കിത് ഒരു ഉപയോഗം ഇല്ലാതാവും. അടുത്ത വൈറ്റ് റസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലയിലെ അടിഭാഗത്ത് ചെറിയ ചെറിയ ഗ്രാന്യൂൾസ് പോലെ പൊടി പൊടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വെള്ള കളറിൽ. അടുത്ത വൈറ്റ് മോൾഡ്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇലയിൽ സൈഡിലും സെന്ററിലൊക്കെ ആയിട്ട് പൂപ്പലടിച്ച പോലെ വെള്ള കളറിൽ കാണാൻ സാധിക്കും. അടുത്ത ബ്ലാക്ക് റോട്ട്. ഈ രോഗം വരുമ്പോൾ നമ്മുടെ ഇലയില് സൈഡിലൊക്കെ ബി ഷേപ്പില് യെല്ലോ കളർ ആയതിനു ശേഷം അവിടെ ഉണങ്ങിപ്പോവും. ഇത് കാരണം നമ്മളെ പഴങ്ങളിലെല്ലാം വാടി ഉണങ്ങി കറുത്ത കളറിലാവും മാറും. അത് കോളിഫ്ലവർ മൊസൈക് വൈറസ്. ഇത് നമ്മൾ കോളിഫ്ലവറിലെ ഇലകളിൽ മൊസൈക്കിലുള്ള പാറ്റേൺസ് കാണാൻ സാധിക്കും. അടുത്ത കോളിഫ്ലവർ പില്ലോഡി ആൻഡ് ഫ്ലാറ്റ് സ്റ്റെം എന്ന് പറയുന്ന രോഗം വരുമ്പോൾ നമ്മുടെ പൂ വരുന്ന ഭാഗത്തെല്ലാം ഉണങ്ങി വാടിപ്പോവും. ഇത് കാരണം നമ്മുടെ തണ്ട് നല്ല രീതിയിൽ സ്ലിം ആയി പോകും. നമ്മുടെ ചെടികൾക്ക് ബ്രൗണിങ് ഉണ്ടാവാൻ മെയിൻ കാരണം എന്ന് പറയുമ്പോൾ ബോറോന്റെ ഡെഫിഷ്യൻസിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെടി വിപ്റ്റയിലായി മാറാനും കാരണം മോളിബിഡനം എന്ന് പറയുന്ന എലമെന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ചെടികളിൽ ബട്ടണിങ് ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സീഡ്ലിംഗ് മാനേജ്മെന്റ് നല്ലതുപോലെ നടക്കാത്തതുകൊണ്ടാണ്. ഇതിനെല്ലാം പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ആദ്യം സീഡ് ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ്. കാർബൺ ഡെസിം 2 ഗ്രാം പെർ കിലോഗ്രാം എന്നുള്ള രീതിയിൽ സീഡ് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക. ഹോട്ട് വാട്ടർ ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ്. 50 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് നമുക്ക് സീഡ് ചൂടാക്കാവുന്നതാണ്. സോയിൽ pH നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അത് ഡോളോമൈറ്റോ ലൈമോ കൊണ്ട് 6.5 എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് റോട്ട് ഡിസീസ് ഒക്കെ പ്രതിരോധിക്കാം. ഫീൽഡ് സാനിറ്റേഷൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡിസീസ് ആയിട്ടുള്ള പ്ലാന്റുകൾ നമ്മളെ ഫീൽഡിൽ ഉണ്ടെങ്കിൽ അത് പുഴുതു മാറ്റുക. അതുമല്ലെങ്കിൽ നമുക്ക് ഡ്രെയിനേജ് ചെയ്യാം. അതെന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം കെട്ടി നിൽക്കാതെ നമ്മൾ ഫീൽഡ് നല്ല രീതിയിൽ നോക്കണം. ബയോ കൺട്രോൾ ആയിട്ട് സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ പുതിയൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. ബൈ.